അതെ അല്ലേ അവരുടെ എന്തെങ്കിലും കൂടുതലൊന്നും പറയാനില്ല. സമ്മതിദാനം രേഖപ്പെടുത്തി നിങ്ങളുടെയും വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുക. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് പവി കെയർടേക്കർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ 12/5 റിലീസാണ്. അവിടെ ഒന്ന് ഓരോ വോട്ട് തരിക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവരും വോട്ട് ചെയ്യാം. ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വോട്ടിന് വേണ്ടി വന്നതാണ്. ആസ് എ ഡെമോക്രാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൈറ്റാണ് വോട്ട്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക. ഒരു ചേഞ്ച് വരാനാണെങ്കിൽ നമ്മുടെ റൈറ്റ്സ് ആണ് വോട്ട്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്ത് ഒരു വലിയൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുക. ഷൂട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലായിരുന്നു. ആക്ച്വലി ശ്രീലങ്കയിലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നു. അപ്പോൾ ഇനി തിരിച്ചു പോകണം ശ്രീലങ്കയിലേക്ക്. അപ്പോൾ വോട്ടിന് വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുക. ഓക്കെ.
ജനവിധി തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം തന്നെയായിരുന്നു. ഏറ്റവും പ്രസക്തമായ ഒരുപാട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വോട്ടർമാരുടെ മനസ്സിലുണ്ട്, ഇന്ത്യയുടെ മനസ്സിലുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജനാധിപത്യം പോസ്റ്റ് എമർജൻസി കാലഘട്ടത്തിൽ ഏറ്റവും അസുന്ദരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് ഈ സിസ്റ്റത്തിൽ അത്തരം ജനാധിപത്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ അത് കെട്ടുപോകുന്ന സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അതിന് ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടേണ്ടുന്ന ഘട്ടത്തിൽ തീർച്ചയായും ജനാധിപത്യം അതിൻ്റേതായ പരിഹാര മാർഗങ്ങൾ അതൊരു ഓർഗാനിക്കായിട്ട് കണ്ടെത്താറുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ അത് കണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനത ഇത്രയധികം രാഷ്ട്രീയ ബോധം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലത്ത്, ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളില്ലാതിരുന്ന കാലത്ത്, ആളുകൾക്ക് അക്ഷരാഭ്യാസം ഇതിനേക്കാളൊക്കെ വളരെ കുറവായിരുന്ന കാലത്ത്, പത്രം വായിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപക്ഷെ കേരളം ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കുറവായിരുന്ന കാലത്തൊക്കെ ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടസന്ധിയെ തരണം ചെയ്യുന്നതിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാലവും ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുക. അതിൻ്റെ എല്ലാ പരിമിതികൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അതിൻ്റെതായ ഒരു മെക്കാനിസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വോട്ടറാണ്. ഒരു കാലത്ത് ഹിറ്റ് മേക്കേഴ്സ് ആയിരുന്നു രഞ്ജി മേജർ, സുരേഷ് ഗോപി കൂട്ടുകെട്ട്. താങ്കൾ സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നു? അല്ല, കുഴപ്പിക്കലൊന്നുമില്ല. എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല. എന്താണ് ഇത്തരത്തിൽ വോട്ട് എന്താണ്? എന്താ പറയുക, കഴിഞ്ഞ തവണത്തേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇലക്ഷനായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. കാരണം ചെറുത്തുനിൽപ്പിൻ്റെ വളരെ അത്യാവശ്യം, പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് തരത്തിലുള്ള, ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത തരത്തിലുള്ള നീക്കങ്ങളുടെ പേരിലാണ് ചെറുത്തുനിൽപ്പിൻ്റേതായിട്ടുള്ള വലിയ അന്തരീക്ഷം കേരളത്തിൽ പ്രത്യേകിച്ച് ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിൽ ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ വലിയ രീതിയിലുള്ള പരിക്കേൽപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ്.